വളരെ യാദൃശ്ചികമായി അറിയാതെ സംഭവിച്ചു പോയ ഒരു നിയമനമല്ലല്ലോ. ഒരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് എങ്ങനെയാണ് അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് ദേവസ്വം വകുപ്പിൽ നിയമിതനായത്? അതിങ്ങനെ ഒരു സാധാരണ സർക്കാർ ഫയൽ പോലെ ഒരു നിയമനം ഉണ്ടാവുന്നതല്ലേ. ക്യാബിനറ്റ് തീരുമാനം എന്ന് പറയുന്നത് വെറുതെ നടക്കുമോ? അതിനുള്ള ഒരു പ്രോസസ് ഇല്ലേ? അപ്പൊ എവിടുന്നെങ്കിലും ആദ്യം അഡ്വക്കേറ്റ് കെ ബി പ്രദീപിന്റെ പേര് ദേവസ്വം വകുപ്പിന്റെ പ്ലീഡറായി നിയമിക്കാൻ വേണ്ടി വരണം. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ നോക്ക്, നിലവിൽ ദേവസ്വം വകുപ്പിന് പ്ലീഡർമാർ പ്രത്യേകിച്ചില്ല. സർക്കാരിന്റെ പ്ലീഡർമാർ GP-മാരാണ് ഹാജരാവുക. കാരണം സർക്കാരിന്റെ പ്ലീഡർമാരെ മൊത്തത്തിൽ നിയമിക്കും. അതിൽ നിന്ന് ഓരോരുത്തരെ വിവിധ വകുപ്പുകളുടെ റെസ്പോൺസിബിലിറ്റി ചുമതല ഏൽപ്പിക്കും. അതിൽ ക്രമസമാധാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പോകും. ദേവസ്വം വകുപ്പിന് ഇല്ലാത്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഒരു പോസ്റ്റ് ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് സെക്രട്ടേറിയറ്റിലുള്ള പ്രോസസ്സ് ഞങ്ങൾക്ക് അറിയാം, അതിന് ക്യാബിനറ്റിന്റെ തീരുമാനം. അങ്ങനെ പുതുതായിട്ടുണ്ടാക്കുന്ന ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പോസ്റ്റിലേക്ക് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് എന്ന് പറയുന്ന ഒരാളുടെ പേര് വരുന്നു, അത് നിയമിക്കപ്പെടുന്നു. ഇതിനൊരു പ്രോസസ് ഇല്ലേ? അതാണിന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പി രാജീവ് മുൻ നിയമമന്ത്രി കൂടിയായിരുന്നുകൊണ്ട് അദ്ദേഹം ആ പ്രോസസ്സ് പറഞ്ഞത്. പക്ഷേ ഇതിലൊന്ന് ചോദിച്ചോളട്ടെ, കാരണം ഈ ദേവസ്വം ബോർഡ് തന്നെ പല മാറ്റങ്ങളും വരുത്തുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കണിശമാക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ദേവസ്വം വകുപ്പിലും ചില മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വകുപ്പിലെ ദേവസ്വം കേസുകൾ വാദിക്കാനായി സ്പെഷ്യൽ പ്ലീഡർ തന്നെ വരട്ടെ എന്ന രൂപത്തിലേക്ക് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് എന്ന ഒരു വാദമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അങ്ങേക്ക് പറയാം. അത് നിങ്ങൾ നോക്ക്, ഈ ഗവൺമെന്റ് വന്നിട്ട് ആകെ 26 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 26 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോ കോൺഗ്രസിന്റെ ആരും ഇല്ല, അവിടെ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അവർ നിയമിച്ച പുതിയ ദേവസ്വം ബോർഡിന്റെ ആളുകളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ജയകുമാർ സാറാണ് അവിടെ ഉള്ളത്. അത് LDF ഗവൺമെന്റിന്റെ കാലത്ത് നിയമിച്ചതാണ്.